നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുത്ത് സ്വന്തം അജണ്ട നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരിക്കുന്നു. അമർത്യ സെൻ വരെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. അക്കാദമിക് സ്ഥാപനങ്ങളുടെ നിയന്ത്രണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. നമ്മുടെ എക്സ്പെർട്ട് പാനലിൽ ഡോക്ടർ MN കാരശ്ശേരി ചേരുന്നു. അതോടൊപ്പം അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ BJPയുടെ നേതാവാണ്. പ്രൊഫസർ TG ഒലീന ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവാണ് പ്രൊഫസർ TG ഒലീന. ഒപ്പം ഫക്രുദ്ദീൻ അലി റിസർച്ച് സ്കോളർ, രാഷ്ട്രീയ നിരീക്ഷകൻ. ആദ്യം നമുക്ക് പ്രൊഫസർ TG ഒലീനയിലേക്ക് തന്നെ പോകാം. അതായത് നമുക്കറിയാം ഇപ്പോൾ ഇതിൽ കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അക്കാദമിക് സ്ഥാനങ്ങൾ ഒഴിഞ്ഞു പോകുന്നവരുടെ പട്ടിക തന്നെ നീളുകയാണ്. ഇപ്പോൾ ഡൽഹി IITയുടെ ഡയറക്ടർ രഘുനാഥ് ഷൗഗാങ്കർ പോയി. IIT ബോർഡ് ചെയർമാനും ശാസ്ത്രജ്ഞനുമായ അനിൽ കാക്കോദ്കർ ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യണിയിക്കുക എന്നത് മോദി സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമാണെന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള ഇദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു പോയിരിക്കുന്നത്. TG ഒലീന, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് ആദ്യമായി പ്രതികരിക്കുന്നത്? ഇതൊരു തുടർ പ്രക്രിയയാണ്. ഇതിൻ്റെ ഒടുവിലത്തെ കണ്ണിയാണ് നമ്മൾ അമർത്യ സെന്നിൻ്റെ രാജിയിൽ കാണുന്നത്. വാസ്തവത്തിൽ എല്ലാ അക്കാദമിക സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലും വർഗീയവാദികളെ തിരികെ കയറ്റുക എന്നുള്ള ഒരു നയസമീപനം സ്വീകരിച്ചു കഴിഞ്ഞിട്ട് കുറച്ചായിരിക്കുന്നു. അതിൻ്റെ കേരളത്തിലെ ഒരു ഉദാഹരണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. NBT ചെയർമാനായിരുന്ന സേതു എന്ന ഇന്ത്യ കണ്ട പ്രമുഖനായ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ നിയമന കാലാവധി പൂർത്തിയാക്കാനിരിക്കെയാണ് അദ്ദേഹത്തെ മാറ്റിയിട്ട് പകരം ബൽദേവ് ശർമ്മ വരുന്നത്. ഇതിൻ്റെ ആദ്യപടി നമ്മൾ കാണേണ്ടത് ദീനാനാഥ് ബത്രയുടെ പുസ്തകങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയിൽ വരുന്നു എന്നുള്ളതൊക്കെ അത്ര അപകടകരമായ സൂചനകൾ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, റിലയൻസ് ഹോസ്പിറ്റലിലെ ഉദ്ഘാടന ചടങ്ങിൻ്റെ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പൗരധർമ്മത്തിൻ്റെ ശാസ്ത്രീയ ബോധത്തോടു കൂടിയുള്ള പൗരധർമ്മത്തെ അതിൻ്റെ കാവലാളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ച് നമ്മൾ കണ്ടതാണ്. വിഘ്നേശ്വരനായ ഗണപതിയുടെ ശിരസ് പ്ലാസ്റ്റിക് സർജറി എന്ന സങ്കേതം വളരെ മുമ്പ് തന്നെ പൗരാണിക ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ഇന്ത്യ കണ്ട പ്രമുഖരായ ഭിഷഗ്വരന്മാരുടെ മുമ്പിൽ, ഇന്ത്യ കണ്ട പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുടെ മുമ്പിലാണ് ശാസ്ത്രീയമായ പൗരധർമ്മത്തിൻ്റെ അടിത്തറയിൽ വിശ്വസിക്കുന്ന ഭരണഘടനയുടെ കാവലാളായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. പക്ഷേ അതിന് തുടർച്ചയായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയിലെ ദേശാഭിമാനികളെന്ന് അവകാശപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാർ പിന്നീട് ഇന്ന് ആധുനിക ഇന്ത്യയിലെ രൂപപ്പെടുത്തിയിട്ടുള്ള മികച്ച നേട്ടങ്ങളെ, ശാസ്ത്രീയ സാങ്കേതികമായ എല്ലാ നേട്ടങ്ങളും ഭൂതകാലത്തുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കുകയും അത്തരം ഒരു പൗരാണിക ബോധത്തിലേക്ക്, കപടമായ ഒരു പൗരാണിക ബോധത്തിലേക്ക് ഇന്ത്യൻ ജനതയെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിനെയൊക്കെ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ സൂചനകളാണ്. ഇതൊക്കെ ചില സൈനുകൾ, ചില സിഗ്നലുകളായിട്ടാണ് കാണേണ്ടത്. ഇതിൻ്റെ മറുഭാഗം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് വലിയ ഗൗരവതരമായ രീതിയിൽ കോർപ്പറേറ്റ് നടക്കുന്നുണ്ട്. കോർപ്പറേറ്റുകളുടെ അടിമകളായ ദാസ്യ മനോഭാവമുള്ള ഇന്ത്യൻ ജനതയെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് വർഗീയതയിലൂടെ ഇന്ത്യൻ ജനതയെ വിഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ നേരത്തെ തന്നെ, ഒരുപക്ഷെ കോളനി കാലഘട്ടത്തിൽ കോളനികൾ ഇന്ത്യയിൽ വിദഗ്ധമായി പരീക്ഷിച്ച് ഇന്ത്യയെ വിഭജിച്ച ഒരവസ്ഥയിലേക്ക് ഇന്ത്യ വീണ്ടും പോകുന്നു എന്നാണ് കാണേണ്ടത്. പറയുന്നത് ഒരു മതമല്ല. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ, ഈ രാഷ്ട്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, പാരമ്പര്യത്തിൻ്റെ, അസ്മിതയുടെ, ആത്മീകത്തിൻ്റെ അടിത്തറയാണ്. അപ്പോൾ ഈ അസ്മിതയും ആത്മീയവും വിസ്മരിച്ചുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥിയും ഇവിടെ യുവാവും ഇവിടെ ജനതയും ഇല്ല. ഇത് ലോകത്തുള്ള എല്ലാ ജനങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനെ മതമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിസ്മരിക്കുന്ന സമീപനമാണ്. രാജ്യത്തിൻ്റെ സംസ്കാരത്തെ വിസ്മരിച്ചുകൊണ്ടാണെങ്കിൽ പിന്നെ ബ്രിട്ടീഷുകാർ ഭരിച്ചാൽ പോരെ? എന്തിനാണ് ഇന്ത്യക്കാർ ഭരിച്ചത്? ഇന്ത്യക്കാർ ഭരിക്കുന്നത് ഇന്ത്യൻ അസ്മിതയും ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഇന്ത്യൻ സ്വത്വബോധവും ഒക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഇന്ത്യൻ സ്വത്വബോധത്തെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു കാരണവശാലും ഹിന്ദു സമൂഹത്തിനു വേണ്ടി, ഹിന്ദു കൺസെപ്റ്റിന് വേണ്ടി, സങ്കല്പത്തിനു വേണ്ടി, ഹിന്ദു സംസ്കാരത്തിനു വേണ്ടി, ഹിന്ദു പാരമ്പര്യത്തിനു വേണ്ടി കാലങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് RSS. അതിനകത്ത് ഒരു സംശയവും വേണ്ട ആർക്കും. അല്ല, എന്റെ ചോദ്യം താങ്കൾക്ക് വ്യക്തമായില്ലെന്ന് തോന്നുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിച്ചത് RSSന്റെ റോളിനെ കുറിച്ചാണ് ചോദിച്ചത്. അതായത് മോദി സർക്കാരിന്റെ ഇടപെടലുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ അമർത്യ സെൻ വരെയുള്ളവർ ഒഴിഞ്ഞു പോയിരിക്കുന്നു. രഘുനാഥ് ഷൗഗാങ്കർ, അദ്ദേഹം IIT ബോർഡ് ചെയർമാൻ, IIT ഡയറക്ടറായിരുന്നു. IIT ബോർഡ് ചെയർമാനും ശാസ്ത്രജ്ഞനുമാണ് അനിൽ കാക്കോദ്കർ. ഒരുപാട് പേർ ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസത്തെ കാവ്യണിയിക്കുക എന്നതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിൽ അസംതൃപ്തരായി അസഹിഷ്ണുതയോടുകൂടിയാണ് ഇവർ പുറത്തിറങ്ങി വന്നത്. അതിനെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. ആ ചർച്ചയിൽ ഞാൻ അമർത്യ സെന്നിൽ തന്നെ തുടങ്ങാലോ.
അമർത്യാസനെ എന്തടിസ്ഥാനത്തിലാണ്? അമർത്യാസനെ ഒരു കാരണവശാലും ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ഇരുത്താൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അമർത്യാസൻ 2006 ഡെയിലി ടെലിഗ്രാഫ് എന്ന് പറയുന്ന വെബ് പേജിൽ ഇന്ത്യയുടെ അസ്തിത്വം എന്ന് പറയുന്നത് ബ്രിട്ടീഷാണെന്നും അതുകൊണ്ട് ബ്രിട്ടീഷ് അസ്തിത്വം നിലനിൽക്കണം എന്ന് പറയുകയും കൂടാതെ ക്രൈസ്തവ ദർശനമാണ് യഥാർത്ഥ ദർശനം എന്ന് എഴുതുകയും ചെയ്ത ആളാണ് 2006 അമർത്യാസൻ. സംസ്കാരത്തിലെ വൈവിധ്യം, ഭാഷയിലെ വൈവിധ്യം, ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ഈ മഹാസങ്കല്പമാണ് ഇന്ത്യയെ ഒരു ഫെഡറൽ രാജ്യമായിട്ട് ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെ ജനാധിപത്യപരമായി നിലനിർത്തുന്നത് എന്ന് നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ സംസാരിച്ച അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ അദ്ദേഹം പറയുകയുണ്ടായി ഹിന്ദുത്വം എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ അതിൻ്റെ മറുഭാഗം കാണേണ്ടത് വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ, വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്ത സംസ്കാരം പുലർത്തുന്നവർ, വ്യത്യസ്തമായ ആചാരമര്യാദകൾ ജീവിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളുള്ള ഒരു രാജ്യത്ത് അത് മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് മതചിന്തയിൽ മാത്രമല്ല ഭാഷയിൽ, വേഷത്തിൽ, നമ്മളെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെടെ ജനങ്ങളെ വിഭജിച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരു ഉപാധിയാണ്, അതിൻ്റെ ഒരു തുറുപ്പുചീട്ടാണ് ആദ്യം വെക്കുന്നത്. അതാണ് നമ്മൾ കാണേണ്ടത്.